സോ എഗെയിൻ ഷറഫുദ്ദീൻ മാജിക്. ആ ഒരൊറ്റ ട്രസ്റ്റിൽ അദ്ദേഹം കോമഡി ഹാൻഡിൽ ചെയ്താൽ വർക്കാവും. പ്രത്യേകിച്ച് സ്ലാപ്സ്റ്റിക് കൈൻഡ് ഓഫ് കോമഡിയൊക്കെ പുള്ളി നല്ല കിടിലമായിട്ട് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2 സിനിമകൾ, പടക്കളമായിരുന്നാലും, പടക്കളത്തിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മാത്രം സിനിമയല്ല, പക്ഷെ അതിന് മുന്നേ വന്ന ഒരു സിനിമ, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. റീസെൻ്റ് ഷറഫുദ്ദീൻ, യെസ്, ഹലോ മമ്മി. പിന്നെ സംശയം, അത് ഞാൻ കണ്ടില്ല. ഹലോ മമ്മിയും കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ച സിനിമയാണ്. എങ്കിലും ഷറഫുദ്ദീൻ ഒറ്റയ്ക്കാണ് ആ സിനിമയെ അങ്ങനെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് കോമഡിയാണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പെറ്റ് ഡിറ്റക്റ്റീവ്. അപ്പോൾ എന്തായാലും കോമഡിയാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. സോ ആ കാര്യത്തിൽ 100% ഷറഫുദ്ദീൻ ഗ്യാരണ്ടീഡ് മാജിക്. ഈ സിനിമ അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ചെയ്ത പ്രീവിയസ് മൂവീസിൻ്റെ ആ ഒരു ഗ്രാഫ് വെച്ചിട്ടായിരിക്കും, ഗോകുലം പ്രൊഡക്ഷൻസ് ആയിരിക്കും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. മേ ബി പാർട്ണർ ചെയ്തിട്ടുണ്ടാവും പ്രൊഡക്ഷനിൽ. സോ എന്തായാലും സിനിമ എനിക്ക് 100% വർക്കായി. ഈ സിനിമ തുടങ്ങുന്നത് ഒരു ഇന്റർനാഷണൽ ഷോട്ടിൽ നിന്നാണ്. നമ്മൾ ലോകയിലൊക്കെ കണ്ട മാതിരിയുള്ള ഒരു ഗംഭീര പരിപാടിയായിട്ടാണ് തുടങ്ങുന്നത്. ലോകയായിട്ട് കമ്പയർ ചെയ്യല്ല, ഇതിന്റെ റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ ഏതാണ്ട് ലോകയുടെ സെയിം ആസ്പെക്ട് റേഷ്യോ. അതായത് നമ്മൾ സിനിമാസ്കോപ്പിക് തിയേറ്ററിലൊക്കെ ചിലപ്പോൾ 2 സൈഡും കട്ടാവും. നമ്മൾ ഐമാക്സിലൊക്കെ കറക്റ്റ് ഐമാക്സിൻ്റെ ആ ഒരു റേഷ്യോയിലാണ് ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമ അങ്ങനെ എടുത്തിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ മനസ്സിലായി അതൊരു പരിധി വരെ നമുക്ക് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഫ്രെയിം ചെറുതാവുന്നതിനനുസരിച്ച് വൈഡ് ആംഗിൾ വ്യൂസ് വരുന്നില്ല. അപ്പം അതിനനുസരിച്ച് ആ ഒരു ഫ്രെയിമിൽ വരുന്ന അത്രയ്ക്ക് സെറ്റൊക്കെ പ്ലാൻ ചെയ്താൽ മതിയാവും. ഇത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇത് ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിക്കിങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഫ്രെയിമിൻ്റെ ആ സെറ്റിംഗ് കുറഞ്ഞിരിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്താൽ മതിയാവുമല്ലോ. എന്ന് വെച്ചാൽ ഈ ഒരു ആസ്പെക്ട് റേഷ്യോ സിനിമയെ ഒട്ടും ബാധിച്ചിട്ടൊന്നുമില്ല. തുടക്കത്തിൽ നമുക്ക് എഴുതി കാണിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു മിനിയേച്ചർ എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുമെങ്കിലും പിന്നെ അതങ്ങ് മാറും. അപ്പം അങ്ങനെ ഇന്റർനാഷണൽ സ്കെയിലിൽ തുടങ്ങുന്ന സിനിമ പിന്നെ അങ്ങ് നാട്ടിലോട്ട് വരെയാണ്. ആ ഒരു ഇൻട്രോ കൊടുക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിലോട്ട് വരുന്നു. പിന്നെ അദ്ദേഹമാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ലവ് സ്റ്റോറിയും പിന്നെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കുറേ കോമഡികളും കുറേ സന്ദർഭോചിതമായിട്ടുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥയിൽ ഒട്ടും പ്രഡിക്ഷൻ ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു കണക്ട് നമുക്ക് സിനിമയിൽ കിട്ടും. ആ ഒരു ആകാംക്ഷ ജനിപ്പിച്ച് തന്നെയാണ് സിനിമ ത്രൂ ഔട്ട് എൻഡിങ് വരെ പോകുന്നത്. അപ്പോൾ അതൊക്കെ റൈറ്റിംഗ് ആൻഡ് ഡയറക്ടോറിയൽ ബ്രില്യൻസ് ആണ്. പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി ഒന്നും ഭയങ്കര എടുത്തു പറയാനൊന്നുമില്ല. എങ്കിലും സിനിമയെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് സിനിമാറ്റോഗ്രഫിയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും ഇതിൻ്റെ സ്ലാപ്സ്റ്റിക്, ഇതിൻ്റെ കൊമഡി ഏരിയാസ് ഒക്കെ വരുന്നിടത്തൊക്കെ നന്നായിട്ട് BGM വർക്കായിട്ടുണ്ട്. ആ ഒരു കോമഡിയെ എലിവേറ്റ് ചെയ്യാനായിട്ട് BGMന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കഴിഞ്ഞിട്ടുണ്ട്. സോ അവിടെ മ്യൂസിക് ഡയറക്ടർ പണിയെടുത്തത് വെറുതെ ആയില്ല. ഇതൊരു പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. ഇതിൻ്റെ പേര് കാസ്റ്റ് ആൻഡ് ക്രൂ. ഡയറക്ടർ റനീഷ് വിജയൻ, അദ്ദേഹവും പിന്നെ ജയ് വിഷ്ണുവും കൂടെയാണ്. കോ-റൈറ്റർ ജയ് വിഷ്ണു, ഇവർ രണ്ടുപേരും കൂടെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്, പ്രമുഖരായിട്ടുള്ള ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ മൈ ഫേവറേറ്റ് ജോമൻ ജ്യോതിർ, അദ്ദേഹവും ഓക്കെയാണ്. ഈ ഷറഫുദ്ദീൻ്റെ കൂടെ ഉള്ള ഒരു കോംബോയിൽ ജോമൻ ജ്യോതിർ നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ട് ജോമൻ ജ്യോതിറിൻ്റെതായിട്ടുള്ള ഒരു യുണീക് സാധനത്തിനുള്ള ഒരു വക ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ല. ബട്ട് ഓക്കെ, വെൻ വെൽ. പിന്നെ വിനായകൻ, വിജയരാഘവൻ, വിനയ് ഫോർട്ട്, അനുപമ പരമേശ്വരൻ, എല്ലാവരും അവരവരുടെ ക്യാരക്ടർ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രേസ് ആൻ്റണി, പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രാജേഷ് മുരുകേശൻ, ആള് അത്യാവശ്യം കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കമ്പോസറുടേതായിട്ടുള്ള വലിയൊരു സംഭവം ഒന്നും എടുത്ത് കാണിക്കത്തക്ക ഒരു സിനിമയൊന്നും അല്ല. എങ്കിലും ആൾ ചെയ്യേണ്ട ഏരിയാസൊക്കെ ആൾ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ ആക്ഷൻ കോറിയോഗ്രഫി പേരൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്കിതിൻ്റെ ആക്ഷൻ കോറിയോഗ്രഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രമുഖരായിട്ടുള്ള ടീംസ് ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്, പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. അതിന് ആക്ടേഴ്സിൻ്റെ എഫേർട്ടായിരിക്കും, കാരണം സ്പീഡ് ക്യാമറയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം പണിയെടുക്കാൻ അറിയുന്നവരാണത് വർക്ക് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഈ അടുത്ത് കണ്ട നല്ലൊരു കോമഡി ചിത്രമാണ് ഈ സിനിമ. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കുടുംബസമേതം പോയിരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒറ്റയ്ക്കൊന്ന് പോയി ട്രൈ ചെയ്താൽ ഇനി ഫാമിലിയും കൂടെ കൊണ്ട് കാണിക്കണം. കാരണം ഇതൊക്കെ ഇപ്പോൾ അപൂർവമാണ്. ഇനിയുള്ള സിനിമകൾ ഇപ്പോൾ ഓവറോൾ നമ്മൾ സിനിമയുടെ ഒരു പോക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഷറഫുദ്ദീൻ നല്ല ഇതൊരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതായത് ലോകയുടെ വിജയം എന്തായിരുന്നു എന്നുള്ളത് അതിൽ ഞാൻ മനസ്സിലാക്കിയ ആ വിജയ രഹസ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ലോകയെന്നല്ല, ഇനി വരാനിരിക്കുന്ന സിനിമകളായിരുന്നാലും ഇപ്പോൾ വന്ന് വിജയിച്ചതും തകർന്നതുമായിട്ടുള്ള സിനിമകൾ എടുത്താലും ഈ ഒരു ആക്ടർ ഓറിയൻറ്റഡ്, ഞാൻ എല്ലാ റിവ്യൂസിലും പറയുന്നതാണ്, ഒരു ആക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ടർ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാതെ സിനിമ എടുത്തിരുന്ന ഒരു കാലഘട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം മാറി. ഇപ്പോൾ കോണ്ടന്റ് ഈസ് ദ കിങ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ പോലും ആ കോണ്ടന്റ് പോലും നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട്, അതായത് ന്യൂ ജനറേഷനെയും കൂടെ അതിനകത്തോട്ട് കണക്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോക എടുത്താൽ തന്നെ ഒരു സൂപ്പർ വുമൺ ക്യാരക്ടർ മലയാളത്തിൽ വിജയിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ആ കഥാപാത്രത്തിനെ
സ്ക്രിപ്റ്റിലൂടെ എടുത്ത് ഇട്ടുകൊടുത്തത് നമ്മുടെ ന്യൂ ജനറേഷൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു ന്യൂ ജെൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റും അത് ഇന്നത്തെ ജനറേഷന് നന്നായിട്ട് അത് കണക്റ്റ് ആക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇനി വരാനിരിക്കുന്ന ലോക സിനിമകൾ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു ഫോമുല വെച്ചിട്ട് അവർ കുറച്ചും കൂടെ ഒന്ന് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൂടായികയില്ല. അതായത് പ്രീവിയസ്ലി പ്ലാൻഡ് ആയിട്ടുള്ള യൂണിവേഴ്സിൽ നിന്നും കുറച്ച് മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ആ മീൻസ് ഒരു സക്സസ്ഫുൾ ഫോമുല എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് കുറച്ചെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൂടായികയില്ല. മേ ബി ഈ ഒരു ഫോമുല വർക്കാവും എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു യൂണിവേഴ്സ് തന്നെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇനി നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അപ്പോൾ എന്തായാലും ഈ സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. ഇടയ്ക്കൊക്കെ ഒത്തിരി ചിരിച്ചു. തുടക്കത്തിൽ ഒത്തിരി ഒരു ഡൾനെസ് ഫീൽ ചെയ്തിരുന്നു. മീൻസ് കോമഡി അത്രത്തോളം അങ്ങോട്ട് കോണ്ടന്റിലില്ല. കാരണം അത് ബിൽഡപ്പ് ചെയ്ത് പറയാണ്, കഥ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടല്ലേ നമുക്ക് ആ ഒരു കോമഡിയുടെ ഏരിയയിലോട്ട് കൊണ്ടിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം കഥയെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിന് ഫസ്റ്റ് ഹാഫ് കുറച്ച് സമയം എടുത്തു. പക്ഷേ എങ്കിലും അത് നല്ല മാന്യമായിട്ടും വൃത്തിയായിട്ടും അത് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ തുടക്കം മുതൽ ചിരിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങൾ. എനിക്ക് ഈ ഷറഫുദ്ദീനെ കാണുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. കാരണം നമുക്ക് ആ പ്രേമത്തിൽ ആ ഒരു ക്യാരക്ടർ, അതാണ് ഒരു അഭിനേതാവിൻ്റെ തുടക്കം എവിടെ നിന്നാണോ, അത് ഏതൊരു ഡയറക്ടർ എങ്ങനെ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്താണോ കൊണ്ടിട്ടത്, ആ പ്രേമത്തിൽ ആളിൻ്റെ മുഖം പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരും. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ ജസ്റ്റേഴ്സൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കണ്ടാൽ തന്നെ ചിരി വരും. എനിക്കെന്തോ അത് ഭയങ്കരമായിട്ട് വർക്കാവും അദ്ദേഹത്തിൻ്റെ കോമഡികളെല്ലാം. അപ്പോൾ എന്തായാലും ആ ഒരു ലക്ക് ഫാക്ടർ ഷറഫുദ്ദീനുണ്ട്. അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സിനിമ എനിക്ക് ഒത്തിരി വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.